Hey all, welcome back to another video, and today's video is all about my bike Duke 390 Gen 1. And before starting video, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഓരോ മോട്ടോർ സൈക്കിൾ ബ്രാൻഡും അവർ ഓരോ പെർട്ടിക്കുലർ മോഡൽസും മാനുഫാക്ചർ ചെയ്യുന്നത് ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഈ മോട്ടോർ സൈക്കിൾസിൽ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. സോ സച്ച് ആസ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ്, സ്പോർട്ട്, ടൂറിങ്, ക്രൂസേഴ്സ്, ഓഫ് റോഡ്, 12 പർപ്പസ്, ദെൻ സ്പോർട്സ് ടൂറിങ്, ദ ലാസ്റ്റ് വൺ ഈ സ്കൂട്ടേഴ്സ്. ഈ സ്കൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഹോണ്ട ആക്റ്റീവ, ആക്സസ് 125 ഇതൊക്കെ അതിൽപ്പെട്ട ഈ സ്കൂട്ടേഴ്സിൽപ്പെട്ട ബൈക്സാണ്. സോ എൻ്റെ ഈ ബൈക്ക് ഏതിലാണ് വരുന്നതെന്ന് വെച്ചാൽ സ്പോർട്സ് കാറ്റഗറിയിലാണ്. ഈ സ്പോർട്സ് കാറ്റഗറി രണ്ടായി ഡിവൈഡ് ചെയ്യും. ഒന്ന് സൂപ്പർ സ്പോർട്ട്, ദ അതർ വൺ ഈസ് നേക്കഡ് സ്പോർട്ട്. സോ ഈ സൂപ്പർ സ്പോർട്ടും നേക്കഡ് സ്പോർട്ടും ഓൾമോസ്റ്റ് ലൈക്ക് 90% സെയിം ആണ്. ടു മേജർ ചേഞ്ചസ് അപ്പാർട്ട് ഫ്രം എവറിത്തിങ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ. ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ സൂപ്പർ സ്പോർട്ട് ആകുമ്പം ഇവിടെ ഫെയറിങ്സ് വരും, ഫുള്ളി ഫെയർഡായിരിക്കും. ഇതാകുമ്പം ഇവിടെ പേര് പോലെ തന്നെ നെയ്ക്കഡ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഹാൻഡിൽ ബാറാണ്. നെയ്ക്കഡ് ആകുമ്പം വൈഡ് ഹാൻഡിൽ ബാർ ആയിരിക്കും, സൂപ്പർ സ്പോർട്ട് ആകുമ്പം ക്ലിപ്പ് ഓൺ അറ്റ് ദ ലോവസ്റ്റ് ആയിരിക്കും. സൂപ്പർ സ്പോർട്ടിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് KTMൻ്റെ തന്നെ RC390 ആണ്. അതുപോലെ തന്നെ ഈ സ്പോർട്ട് കാറ്റഗറിയിൽ വരുന്ന ബൈക്സ് മെയിൻലി മാനുഫാക്ചർ ചെയ്യുന്നത് തന്നെ ഫോർ ഹൈ സ്പീഡ് ആസ് വെൽ ആസ് ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ റേസ് ട്രാക്കിൽ യൂസ് ചെയ്യാം, ഫോർ ബെറ്റർ കോർണറിങ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അതിൽ ചെയ്യാം. പക്ഷേ ആ ബൈക്കിൻ്റെ ഒരു ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ റോഡ്സിൽ വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ മെയിൻലി തന്നെ കംഫർട്ടാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ റിവ്യൂ ഗൈസ്. ദ ഫസ്റ്റ് തിങ് ഈസ് സസ്പെൻഷൻ. സസ്പെൻഷൻ എന്ന് പറയുന്നത് WP സസ്പെൻഷനാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഫോർ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി, അതുപോലെ കോർണറിങ്, അന്യായ കോൺഫിഡൻസ് ആ വണ്ടി നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ഡാർക്ക് സൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര സ്റ്റിഫായത് കൊണ്ട് തന്നെ ഈ ബാഡ് റോഡ്സ് വരുമ്പോൾ നമ്മളെ ഈ റിസ്റ്റ് ഭാഗം, അതുപോലെ എൽബോ, ഷോൾഡേഴ്സിലെല്ലാം നന്നായി എഫക്റ്റ് ചെയ്യും. ഈവൻ ദോ ചെറിയ വേരിയേഷൻ ആയിക്കോട്ടെ റോഡിൽ, അത് പോലും നമുക്ക് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ കണ്ടിന്യൂസ് ബാഡ് റോഡാണെങ്കിൽ ഇറ്റ് മേക്സ് യു സോ അൺകംഫർട്ടബിൾ. സോ നല്ല റോഡാണെങ്കിൽ അടിപൊളി, ബാഡ് റോഡ്സിൽ ഈ വണ്ടി നടക്കുകയില്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, ഇവിടെ ഒരു ഫോക്സിൽ ഓയിലുണ്ട് ഈ ഭാഗത്ത്. സോ ഇൻ കേസ് ഓഫ് നിങ്ങളിപ്പോൾ സ്പീഡ് പോയി ഒരു റോഡിൽ ഒരു ചെറിയൊരു കുണ്ടിൽ ഇട്ടെന്ന് വിചാരിക്കുക, ആ അവിടെ ഫോക്സിൽ ഓയിൽ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റീപ്ലേസ് ചെയ്യണം. ലൈക്ക് 1000 സംതിങ് അതിൻ്റെ വരും. എൻ്റെ പലതവണ ഞാൻ റീപ്ലേസ് ചെയ്തിന്, അതുകൊണ്ടാണ് പറയുന്നത്. സോ ഇൻ കേസ് നിങ്ങൾ റീപ്ലേസ് ചെയ്യാണ്ട് ഓടിച്ചെന്ന് വിചാരിക്കുക, ദ എൻറ്റയർ ഫോർക്ക് നമ്മൾ മാറ്റേണ്ടി വരും, നല്ല പൈസ പോകും കൈവന്ന്. സോ അടുത്തതായിട്ട് സീറ്റിനെ കുറിച്ച് സംസാരിക്കാം. റൈഡർ സീറ്റ് നല്ല സ്റ്റിഫുള്ള സീറ്റ്, അതായത് നല്ല ഹാർഡാണ്. നിങ്ങളിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവലൊക്കെ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒന്നെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് സീറ്റിലേക്ക് പോവാം, അതായത് കുഷ്യൻസ് ഉള്ള സീറ്റിലേക്ക് പോവാം. ഇത് നല്ല ഹാർഡാണ്, തീരെ കുഷ്യൻസ് ഇല്ല. അതുപോലെ തന്നെ പില്ലിയൻ സീറ്റ്, ഇതും ഭയങ്കര ഹാർഡാണ്. സെയിം സംഭവം തന്നെയാണ്, സെയിം ഹാർഡ്നെസ് തന്നെയാണ്. പിന്നെ പില്ലിയൻ സീറ്റെല്ലാം പേരിന് വെച്ചെന്നേ പറയാൻ പറ്റും, ഒരു പലക കഷ്ണം പോലെയാണ്. എന്താ പറയുക, തീരെ കുഷ്യനില്ല. അതിൻ്റെ ബാക്കിൽ അധിക സമയം ഇരിക്കാന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ തന്നെ ഈ വണ്ടി നന്നായി പുള്ള് ചെയ്യും. അത് കാരണം തന്നെ ഭയങ്കര ഡിസ്കംഫർട്ടാണ് ബാക്കിലിരിക്കുന്ന ആൾക്ക്. ബെറ്റർ നമ്മൾ റൈഡറിനെ ഹഗ് ചെയ്തിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു സഡൻ ആക്സിലറേഷനിൽ നിങ്ങളെ നിലത്തേക്ക് എന്തായാലും ഈ വണ്ടി ഇടും. ബാക്കിലിരിക്കുന്ന ആൾ തീരെ സേഫല്ല. കാരണം എൻ്റെ അനുഭവത്തിൽ തന്നെ എൻ്റെ പല ഫ്രണ്ട്സും ഇതിൻ്റെ ബാക്കിൽ നിന്ന് വീഴേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ബാക്കിലിരിക്കുന്നത് അത്രയ്ക്കും ഒരു സേഫ് ആയിട്ടുള്ള കാര്യമല്ല. ഇൻ കേസ് ഇരിക്കുന്നുണ്ടെങ്കിൽ പിടിച്ചിരിക്കണം, അത്ര തന്നെ. ഓക്കെ, ദ നെക്സ്റ്റ് തിങ്, ദ ഹേർട്ട് ഓഫ് ദ ബൈക്ക്, എൻജിൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര റോ ആയിട്ടുള്ള എൻജിനാണ്. നിങ്ങളിപ്പോൾ ഒരു റിഫൈൻമെൻ്റ് ഒക്കെ ആഗ്രഹിച്ചാണ് ഈ വണ്ടി നോക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പറയാം, നിങ്ങൾ നോക്കിയേ വേണ്ട. നിങ്ങൾക്കൊരു ഹോണ്ട, യമഹ, കവാസാക്കി അങ്ങനത്തെ ഒക്കെ ബ്രാൻഡ്സിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടി ഭയങ്കര റോ ആയിട്ടുള്ള എൻജിനാണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഒട്ടും കംഫർട്ടബിൾ അല്ല. ഈവൻ ദോ ഒരു ചെറിയ ട്രാഫിക്കെല്ലാം വന്നാൽ മതി, വണ്ടി നന്നായി ഹീറ്റ് ചെയ്യും. നന്നായി ഹീറ്റ് ചെയ്തിട്ട്, ഹീറ്റ് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ഈ പൈപ്പ് കണ്ടോ, ഇതിലെ കൂടെ ഹീറ്റ് വന്ന് നമ്മളെ കാക്കടിക്കും. കാലിന് ശേഷം നേരെ സീറ്റിലേക്ക് ആ ഹീറ്റ് വരും. അപ്പം ഭയങ്കര ഡിസ്കംഫർട്ടാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ വണ്ടി ഷട്ട് ഡൗൺ ആവും, അത് വേറെ സംഭവം. പിന്നെ ഇത് കുറച്ചൊന്ന് കൂളായി കഴിഞ്ഞാൽ വണ്ടി ഓണാവും. എൻ്റെ പല തവണ എൻ്റെ കയ്യിൽ നിന്ന് ഷട്ട് ഡൗൺ ആയിട്ടുണ്ട് ഈ വണ്ടി. അതുപോലെ തന്നെ ട്രാഫിക്കിൽ നിന്ന് വൺസ് മൂവ് ഓൺ ആയിക്കഴിഞ്ഞാൽ, വണ്ടി ഒന്ന് റോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ ട്രാഫിക്ക് ഇങ്ങനെ 1 2 3 ഗിയറിൽ തന്നെ കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വണ്ടി ഷട്ട് ഡൗൺ ആവും, ഓഫ് ആവും,
നന്നായി ഹീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, ഈ ക്ലച്ച് കണ്ടോ, ഇത് അത്യാവശ്യം ഹാർഡാണ്, നല്ല ഹാർഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും ഹാർഡാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു എൻജിൻ ഒരിക്കലും നമ്മൾ ലോവർ സ്പീഡിൽ ഹൈ ഗിയറിങ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു 20ലാണ് എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് 4-5 ഗിയർ ഇട്ട് 20 ഒരിക്കലും ഈ വണ്ടിയിൽ പോകാൻ പറ്റില്ല. ഈ വണ്ടി ഒന്നുകിൽ ഈ വണ്ടി നല്ലതായിട്ട് ജെർക്ക് ചെയ്യും, അതായത് ചെയിനൊക്കെ അടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ വണ്ടി ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ വണ്ടി നന്നായി ഹീറ്റാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഗിയർ എന്തായാലും ഓട്ടോമാറ്റിക്കലി താക്കും. അതായത് ഏതോ സ്പീഡ് അതിനൊത്ത ഗിയറെ നമ്മൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യും വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ ഈ ലോ സ്പീഡാകുമ്പോൾ വണ്ടി നന്നായി ഹീറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എൻജിനൊന്ന് സ്റ്റേബിൾ ആവുന്നത് ഒരു 80, 90, 100 ഒക്കെയാണ് ഈ ഒരു എൻജിൻ ഒന്ന് സ്റ്റേബിൾ ആവുന്നത്. അതിൻ്റെ താഴെ നില കളിക്കുമ്പോൾ വണ്ടിക്ക് ഒരു ഭയങ്കര ഡിസ്കംഫർട്ടാണ്. ഇത് ഒരു ഹൈ റെവിങ് എൻജിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോവർ സ്പീഡ് സിറ്റിയിലൊക്കെ ഈ വണ്ടി നന്നായി ഹീറ്റാകാൻ കാരണം ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. സോ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈറ്റാണ്. ഇതിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൈറ്റ് അത്രക്കൊരു അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല, ഭയങ്കര ഒരു ലൈറ്റ് കുറവ് പോലെയാണ് തോന്നുന്നത്. നിങ്ങളിപ്പോൾ നൈറ്റൊക്കെ അധികം ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇതിനുള്ള ലൈറ്റ് നിങ്ങൾക്ക് അത്രക്കൊരു അടിപൊളിയായിട്ടൊന്നും തോന്നിയിട്ടില്ല, എസ്പെഷ്യലി ആയിട്ട് ഹൈവേ നൈറ്റ് അത്ര ഒരു അടിപൊളിയായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. എന്താ ചെറിയ റോഡിലെല്ലാം ഓക്കെ രാത്രി, അല്ലാതെ ഒരു ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ലൈറ്റ് ഇല്ലാത്ത പോലെയാണ് തോന്നുക. പിന്നെ ചെയിൻ സ്പോക്കറ്റിൻ്റെ കാര്യം പറയുമ്പം എവറി 500 കിലോമീറ്ററിൽ നിങ്ങൾ ലൂബ് ചെയ്യണം. ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 200 to 250 കിലോമീറ്റർ അത് നിങ്ങൾക്ക് മനസ്സിലാവും, ചെയിനിൻ്റെ അവസ്ഥ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ക്ലീനും ലൂബും ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചെയിൻ മോശമായി പോകും. ചെയിൻ സ്പോക്കറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അറൗണ്ട് 4 something ഉണ്ടാവും. ചെയിൻ സ്പോക്കറ്റിൻ്റെ എവറി 10 to 12,000 കിലോമീറ്റർ നിങ്ങൾക്ക് ചെയിൻ സ്പോക്കറ്റ് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഏരിയ കണ്ടോ, ഇതാണ് കൂളൻ്റ് ഫില്ല് ചെയ്യുന്ന ഏരിയ. അപ്പം ഈ ജനറേഷൻ 1 അധികം കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ് എൻജിൻ ഓയിൽ മിക്സ് ആകുന്നൊരു പ്രോബ്ലം. അപ്പം ഇത് നിങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾ കൂളൻ്റ് നമ്മൾ ഫില്ല് ചെയ്യുമല്ലോ, ഈ ഫില്ല് ചെയ്ത ശേഷം ഇത് പെട്ടെന്ന് കുറയുന്ന പോലെ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ കുറയുന്ന പോലെ ഉണ്ടെങ്കിൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക. ഇതാണ് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന ക്ലാസ്. ഇവിടെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പം എൻജിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ റെഡ് കളർ ഉണ്ടാക്കുക, അതിൻ്റെ കൂടെ ഒരു വൈറ്റ് കളർ ചെറുങ്ങനെ വന്ന പോലെ തോന്നും നമുക്ക്. അങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കാണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലത്. കാര്യം എന്ന് വെച്ചാൽ എൻജിൻ ഓയിൽ മിക്സ് ആയി എന്ന് വിചാരിക്കുക കൂളൻ്റുമായിട്ട്, എൻജിൻ്റെ ഉള്ളിലുള്ള പാർട്സിനൊക്കെ നന്നായി ഡാമേജ് പറ്റാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഓടിച്ചാൽ. സോ അത് നന്നായി നോക്കേണ്ട കാര്യമാണ്. പാർട്സ് എന്ന് വെച്ചാൽ സിലിണ്ടർ കിറ്റ് അങ്ങനത്തെ കാര്യം പോയി കഴിഞ്ഞാൽ നല്ല എമൗണ്ട് കൈമെന്ന് ഇറങ്ങും. അതായത് സിലിണ്ടർ കിറ്റിന് തന്നെ ഒരു 30K ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എൻജിൻ മൊത്തത്തിൽ തന്നെ പോകും. സോ മാക്സിമം വണ്ടി ഓടിക്കൽ നിർത്തുക, എന്നിട്ട് അടുത്തുള്ള ഏത് KTM ഷോറൂം എന്ന് വെച്ചാൽ അവിടെ വണ്ടി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര റിലയബിലിറ്റി പ്രോബ്ലംസ് ഉണ്ട് ഈ വണ്ടിക്ക്. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും പവർ ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് കുറേ പ്രശ്നങ്ങളുണ്ട് ഈ വണ്ടിക്ക്. ഇതിന് ഫുൾ പ്രശ്നങ്ങളാണ്, ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ്. ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെ ഈ ഷെല്ല് പെട്ടെന്ന് ഡാമേജ് ആവും. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വെയിലത്ത് വെച്ചാൽ തന്നെ ഇത് ഡാമേജ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, എൻ്റെ ഞാൻ റീപ്ലേസ് ചെയ്തതോ. പിന്നെ അതുപോലെ തന്നെ എൻജിൻ ഭാഗത്ത് നേരത്തെ പറഞ്ഞത് എൻജിൻ ഓയിൽ മിക്സിംഗ് ഇല്ലേ, അതൊക്കെ ഇതിൻ്റെ റിലയബിലിറ്റി പ്രോബ്ലമാണ്. പിന്നെ വേറെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അലോയ് ഉണ്ടോ, ഇതിൻ്റെ അലോയ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രിട്ടലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇതിൻ്റെ KTMൻ്റെ തന്നെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് ലൈറ്റർ, മേക്ക് ഇറ്റ് ഫാസ്റ്റർ. ആ ഒരൊറ്റ മൈൻഡ് സെറ്റാണ് അവർക്ക്. സോ ഇതൊക്കെ പെട്ടെന്ന് എൻ്റെ ഈ ഫ്രണ്ട് അലോയ് പൊട്ടീനൊരുക്കും, അതായത് കുറച്ച് സ്പീഡിൽ പോയിട്ട് ഒരു കുണ്ടിലിട്ടതാണ്, അലോയ് പൊട്ടി. ഈ ഫോർക്ക് ഓയിൽ പൊട്ടി നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ ഇത് പുതിയ അലോയാണ് എൻ്റെ ഫ്രണ്ടിലത്തെ. ബാക്കത്തെ പൊട്ടിയിട്ടാണ്, ഫ്രണ്ടിലത്തെ ഞാൻ ആ കുണ്ടിലിട്ടത്. അതൊക്കെ ഞാൻ ബ്രേക്ക് പിടിച്ച് നിർത്തിന്. ഇത് ഞാനിപ്പം കണ്ടതാണ് ഇവിടെ വന്ന ശേഷം. ഇത് കണ്ടോ, ഇവിടുന്ന് ഇത് അളകിപ്പോയിട്ട് ഈ സ്ക്രൂ. ഇതാണ് ഇതിൻ്റെ റിലയബിലിറ്റി ഇഷ്യൂ എന്ന് ഞാൻ പറയാൻ കാരണം. ഇതിന് കുറേ റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. എല്ലാം നമ്മൾ ഈ വണ്ടീനുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഒരു വോൾട്ട് ഇളകിപ്പോൾ അത് അങ്ങനെ ആ സ്ക്രൂ ടൈറ്റ് ആക്കിയിട്ടുണ്ട് തൽക്കാലത്തേക്ക്. ഇനി വീട്ടിൽ പോയിട്ട് ഒന്ന് കൂടുതൽ ടൈറ്റ് ആക്കണം. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കാലം മുമ്പ്
എനിക്ക് ഇവിടുന്ന്, അതായത് ഇവിടുന്ന് ഒരു സ്ക്രൂ ലൂസായിട്ടുണ്ടായിന്. അങ്ങനെ എൻജിൻ ഓയിൽ അതായത് ലീക്കായിട്ടുണ്ടായിന് ഈ വണ്ടിയുടെ. അത് ഞാനിങ്ങനെ ജസ്റ്റ് വാക്ക് അറൗണ്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് ഈ വണ്ടിയുടെ സൗണ്ട്, ഐ മീൻ എക്സോസ്റ്റ് സൗണ്ട്, ഇറ്റ്സ് മൈ ഫേവറേറ്റ്. ബി ഓണസ്റ്റ്, ഇറ്റ്സ് മൈ ഫേവറേറ്റ്. കാര്യം എന്ന് വെച്ചാൽ ഇതുള്ള ടൈം ആൾക്കാരൊക്കെ ഇതിനെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ട് എല്ലാവരും പറയുക ഇതിന് കാക്കാരിന്ന് സൗണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയത്. പക്ഷേ ഇത് പോയി. അതായത് സെക്കൻഡ് ജെൻ, തേർഡ് ജെൻ വന്നു, ഈ സൗണ്ട് അങ്ങോട്ട് പോയി. അതിനുശേഷം ഇപ്പോൾ എല്ലാവരും പറയുന്നു, ഓ ഐ മിസ് ദാറ്റ് ഓൾ സൗണ്ട്, ഓ ഐ മിസ് ദാറ്റ് ഐഡൻറ്റിറ്റി സൗണ്ട് ഓഫ് ഡ്യൂക്ക്. ഇത് പോയ അത് ഇതിപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഉള്ള ടൈം ആർക്കും ഒരു സാധനത്തിൻ്റെ വില മനസ്സിലാവില്ല. അത് പോയ ശേഷം എല്ലാവർക്കും അതിൻ്റെ വില മനസ്സിലാവുമെന്ന് പറഞ്ഞ കണക്ക് തന്നെ ഇതും. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊക്കെ ആദ്യമായിട്ട് ഡ്യൂക്ക് കാണുന്നത് തന്നെ ഈ ഒരു ഓറഞ്ച് കളറും അതുപോലത്തെ ഈ ഒരു യുണീക്ക് സൗണ്ടും ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. കാരണം അപ്പാർട്ട് ഫ്രം മറ്റ് ബൈക്സൊക്കെ ഇതൊരു യുണീക്കാണ്. എപ്പോഴും ആൾക്കാർ എപ്പോഴും എവിടെ നിന്നാണെങ്കിലും ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണെങ്കിലും ഇതിൻ്റെ ഈ ഓറഞ്ച് കളറും കൊണ്ടാണ് ഈ വണ്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം അത് വല്ലാത്തൊരു മിസ്സിങ്ങാണ്. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് എത്ര മൈലേജ് കിട്ടുന്നു. ഈ മൈലേജിൻ്റെ കാര്യം പറയുമ്പം അത് നിങ്ങളെ ഓടിക്കുന്ന സ്റ്റൈൽ പോലെ ഇരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ദ റൈഡർ. എന്നാൽ പോലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയത് ലോവസ്റ്റ് എന്ന് പറയുന്നത് 18 അതൊന്നും താഴുമോ എനിക്കറിയില്ല. എനിക്കൊരു 18 മിനിമം കിട്ടിയിരുന്നു. മാക്സ് എന്ന് പറയുന്നത് ഒരു 23 എനിക്ക് കിട്ടിയത്. സംഭവം എന്ന് വെച്ചാൽ മൊബൈൽ ചാർജ് കഴിഞ്ഞു. ആ ഒരു ടൈം തന്നെ നോമ്പും മുറിക്കേണ്ട സമയമായി. പിന്നെ ഞാൻ വിചാരിച്ചാൽ ഇനി കുറച്ച് പോർഷനും കൂടി കവർ ചെയ്യാനില്ലു. അതെന്തായാലും ആക്ഷൻ ക്യാമറ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നോമ്പ് മുറിച്ച ശേഷം വീഡിയോ തുടരാമെന്ന് വെച്ചു. അപ്പോഴത്തേക്ക് ഇരുട്ടായി. പിന്നെ ഞാൻ വൈൻഡപ്പ് വീഡിയോ നേരത്തെ ഞാൻ മൊബൈലിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളിനി ഒന്നും കൂടി ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ മൊബൈൽ ക്യാം ആ ഏരിയ തന്നെ കാണും. അപ്പം ഡൗട്ട് അടിക്കണ്ടോ, അത് ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ്. ഓക്കെ, അപ്പം ബാക്ക് ടയർ വരുന്നത് 150, ഫ്രണ്ട് ടയർ 110 വരുന്നത്. അപ്പം ടയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ ലോ ബഡ്ജറ്റ് ടയർ ഇടാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടി തരുന്നൊരു പെർഫോമൻസ് ഉണ്ടല്ലോ, അതിനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ലോ ബഡ്ജറ്റ് ടയറിന് പറ്റില്ല. ഐ മീൻ ഈവൻ ഇപ്പം നിങ്ങൾ ലോ ബഡ്ജറ്റ് ഇട്ടില്ലെങ്കിൽ ഇതിന് ബൈക്കിൻ്റെ പെർഫോമൻസ്, അതായത് ബ്രേക്കിംഗ് പെർഫോമൻസിനെ ബാധിക്കും, ആക്സലറേഷൻ പെർഫോമൻസിനെ ബാധിക്കും. അപ്പം പ്രശ്നം എന്ന് വെച്ചാൽ ബ്രേക്കിങ്ങിനെ ബാധിച്ചാൽ അറിയാമല്ലോ, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ മാരക ആക്സലറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിനെ പിടിച്ച് നിർത്താനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിന് ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ there is a huge chance for an accident. ഇത്രയും പവർ ജനറേറ്റ് ചെയ്യുമ്പം ഇതിനെ പിടിച്ച് നിർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആക്സിഡൻറ്റ് നടക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ലല്ലോ. സോ മാക്സിമം ഒരിക്കലും ലോ ബഡ്ജറ്റിലേക്ക് പോകരുത്. ഇതിന് കമ്പനി കൊടുക്കുന്ന ടയർ എന്ന് പറഞ്ഞാൽ മെർസിഡീസ് ടയറാണ്. അത് എന്ന് വെച്ചാൽ പ്യുവർ ട്രാക്ക് സ്പെക് ടയറാണ്. ഐ മീൻ ലൈക്ക് ചെറിയ കിലോമീറ്റേഴ്സ് നിങ്ങൾക്ക് റോഡിൽ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടി നിർമ്മിച്ചത് തന്നെ ലൈക്ക് ഗോ ഫാസ്റ്റർ എന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റിലാണ്. അപ്പം ഇതിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അതിന് ബെസ്റ്റായിരിക്കണം. അതുകൊണ്ടാണ് കമ്പനി ഇത് മെർസിഡീസ് കൊടുക്കുന്നത്, അത്രയ്ക്കും ബെസ്റ്റ് ടയർ. സോ എവറിത്തിങ് വിൽ ബി പെർഫെക്റ്റ്, ലൈക്ക് ബ്രേക്കിംഗ്, ആക്സലറേഷൻ, വണ്ടി കോർണർ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, എല്ലാത്തിനും ഹ്യൂജ് സപ്പോർട്ട് ഫ്രം ദ ബൈക്ക് നിങ്ങൾക്ക് കിട്ടും. സോ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരാം. അതായത് ഈ വണ്ടി ആരൊക്കെ നോക്കണം എന്നുള്ളത് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ പവർ മാത്രം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കംഫർട്ട് വലിയ സീനില്ല, അതൊന്നും നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങൾക്കതൊന്നും വിഷയമല്ല. നിങ്ങൾക്ക് പവർ കിട്ടിയാൽ മതി, റോ പവർ കിട്ടിയാൽ മതി എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസും അതും പ്രോപ്പറായി ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഇതിന് കുറേ പണികൾ വരും, ഇടയ്ക്കിടയ്ക്ക് പണികൾ വരും, ഒട്ടും റിലയബിൾ അല്ല. ആ കാര്യമെല്ലാം ഒന്ന് മനസ്സിൽ വെക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് ബൈക്ക്. ഇതൊരു അടിപൊളി ബൈക്കായിരിക്കും. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ വണ്ടിയുടെ പവർ എന്താണെന്നോ
അതായത് വണ്ടി ഓടിച്ചുകൊണ്ട് ഇതിൻ്റെ പവർ കാണിക്കാനോ അങ്ങനത്തെ ഒന്നും എനിക്കൊരു താല്പര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ റോഡിൻ്റെ കണ്ടീഷൻ തന്നെ, എപ്പോൾ ആൾക്കാർ തിരിയുക, എപ്പോൾ ഓട്ടോറിക്ഷ തിരിയുക, ഒന്നും പറയാൻ പറ്റാത്ത ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷനാണ് നമ്മളെ റോഡ് എന്ന് പറയുന്നത്. ഒന്നും പറയാൻ കഴിയില്ല, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത റോഡാണ്. ആൾക്കാർ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ ലെഫ്റ്റ് ഇട്ടിട്ട് റൈറ്റ് വരെ തിരിയും. സോ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ദാറ്റ്സ് ഓൾ ഗൈസ്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഞാൻ ഈ റിവ്യൂലെല്ലാം കവർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും പറയാൻ വിട്ടുപോയെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറായിട്ടുള്ളൂ, ആൻസേഴ്സ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോംസ് ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. അൺടിൽ ദാൻ സീ യു, ബൈ.